ഇപ്പോഴത്തെ സമരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിഷേധം യൂത്തിൻ്റെ അടുത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിഭാഗം കുട്ടികളുടെ അടുത്ത് അതങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനൊന്നും എനർജി കളയാനില്ല. പിന്നെ അവരങ്ങനെ ഈ ആഴത്തിൽ ഈ രാഷ്ട്രീയം കുറേ പേരുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം, ഇതാണ് മനുഷ്യർക്ക് വേണ്ടതെന്ന് പറയും. പക്ഷെ അവർ ഞങ്ങളേതുപോലെ, ഞങ്ങളൊരു തലമുറയുടെ പോലെ അതിനു വേണ്ടി ബലിയാടാവാനും തയ്യാറല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ വളരെ സട്ടിലായിട്ട് അവരുടെ ജീവിതം ജീവിക്കും. എനിക്ക് തോന്നുന്നു അതൊരു സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് അവർ ആ എനർജി സേവ് ചെയ്യാണ്. കാരണം അവർക്ക് മനസ്സിലായി ഈ സമൂഹമൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ തരത്തിലുള്ള വേണ്ടാത്ത ചിന്തകളും വേണ്ടുന്ന ചിന്തകളുമായിട്ട് ഈ ഒരു ഫ്രിക്ഷനോട് കൂടിയിട്ട് സമൂഹം പോകുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറിട്ടൊരു വഴി കണ്ടെത്താം എന്ന് വിചാരിക്കുന്ന ഒരു മിടുക്കന്മാരായിട്ടുള്ള തലമുറയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്ത് ജീവിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് അവർ കാണുന്നത്. അപ്പോൾ പിന്നെ വേറെന്ന് വെച്ചാൽ ഒന്നും അവരങ്ങനെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും മോഡൽസ് ഒന്നുമില്ല. എല്ലാതും അൾട്ടിമേറ്റ്ലി പണം ആണ് വലുത്, അധികാരമാണ് വലുത്. അതിനെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തും ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സിൽ നിൽക്കുകയാണെന്നൊക്കെ അവർക്ക് നല്ല ഐഡിയ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. അതിൽ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ അങ്കമാലി ഡയറീസിൽ നിന്ന് തുടങ്ങുന്ന യാത്ര ഇപ്പോൾ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞാൽ 50-ലധികം സിനിമകളിൽ അഭിനയിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പം ഒരു സ്ത്രീ എന്ന രീതിയിൽ ഈ ഒരു യാത്ര എളുപ്പമായിരുന്നോ? അതായത് സിനിമയിലെ യാത്രയാണോ? അതെ, സിനിമ ഈ 50 സിനിമകളിലൂടെ കടന്നു. കാരണം തുടക്കമൊക്കെ പറയുന്നുണ്ട് വേദന ഒന്നും കിട്ടാതെ അഭിനയിച്ചു തുടങ്ങിയ. ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നത് ഒന്ന് ഇതൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യാത്ത ഒരിടമാണ്. പിന്നെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴും സത്യത്തിൽ ഒരു സേവന വേതന വ്യവസ്ഥയൊന്നുമില്ല. അപ്പം നമ്മളൊരു പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു ജോലിക്ക് കൂലി കൊടുത്തിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു ക്രമമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒട്ടുമേ വേണ്ടാത്ത ഒരു സ്ഥലത്ത് ഇത് പാഷൻ്റെ പുറത്ത് ആളുകൾ എത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും. അത് സ്ത്രീകളാകുമ്പോൾ പറ്റുമെങ്കിൽ സെക്ഷൽ ഫേവർ വരെ നമുക്ക് ആവശ്യപ്പെടാം എന്നുള്ളൊരു ബോധം നിലനിൽക്കുന്ന ഒരിടമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള ഭയങ്കര ആധുനികമായിട്ടുള്ള ഒരു ബോധത്തിൽ നിന്നിട്ട് അവിടെ പണിയെടുത്ത് പോരുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കി നിൽക്കണം. അത് എനിക്ക് തോന്നുന്നു ഇത് എവിടെയാണ് അത് അങ്ങനെ അല്ലാത്തത്. അപ്പം നിങ്ങൾക്കൊരു ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയാൽ മാത്രം പോരല്ല. നിങ്ങൾ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. കാരണം ഒരു പൊതുബോധത്തിൽ നിൽക്കുന്ന ഒരിടത്തിലാണല്ലോ അതൊക്കെ. അപ്പോൾ നിങ്ങളൊരു ടീച്ചർ ആകുമ്പോഴും നിങ്ങളെ വ്യക്തിഗതമായ ചിന്തേനെ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ചിലപ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള വ്യത്യസ്തയായ ഒരു ടീച്ചർക്കൊക്കെ ഭയങ്കര പ്രഷർ വരും. ഈ സ്കൂളിൻ്റെ കൾച്ചറിന് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവരൊതുക്കും. ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള ഒരുപാട് പ്രശ്നം എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ട്. ഇത് കുറച്ചും കൂടി ലൗഡാണ്. അപ്പം എനിക്ക് അങ്ങനെ സ്മൂത്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു കോക്കസിൻ്റെയും ഭാഗമല്ല ഞാൻ, എവിടെയെങ്കിലും ഇല്ല, വരുന്നത് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പുതുമുഖ സംവിധായകരുടെയാണ്. അതിൽ 5-6 ആളുകളുടെ ആയിരിക്കും ഞാൻ ഈ കാലയളവിൽ ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ളവരുടെ ഒരു പടം ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ട്. ടീച്ചർമാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിനുള്ളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ നോർത്തിലായിരിക്കുമ്പോൾ ഗോവയിൽ നിന്ന് വന്ന ടീച്ചേഴ്സ്, അവിടെ ആൺപെൺ സൗഹൃദങ്ങൾ ആ കാലഘട്ടത്തിൽ പോലും വേർതിരിവില്ലാതെ അവരതിനെ മനോഹരമായിട്ട് അതിനെ ബിൽഡ് ചെയ്യാൻ സഹായിച്ചിരുന്നു. അവരതിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തിരുന്നു. ഇങ്ങോട്ട് വന്ന് പഠിക്കുന്ന സമയത്താണെങ്കിലും മക്കൾ പഠിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ പക്ഷെ വേറൊരു തരത്തിലുള്ള ഒരു ടീച്ചർമാരുടെ സൈഡിൽ നിന്നൊരു വേറെ അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് നമ്മൾ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമ്മൾ ഏറ്റവും വലിയ എഡ്യൂക്കേഷനിൽ 100-ൽ 100 നമുക്ക് കൊടുക്കാം, പൊളിറ്റിക്കലി അവെയർ ആണെന്നൊക്കെ പറയുമ്പോഴും ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വികാസം ഉണ്ടല്ലോ, ജനാധിപത്യപരമായ ഒരു വികാസം എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത, രൂപപ്പെടുത്തുന്ന മനുഷ്യർ എമ്മാതിരിയുള്ളവരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത മനുഷ്യരാണ് നമ്മൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും കാണാതിരിക്കുക, മിണ്ടാതിരിക്കുക, ഇടകലരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസിപ്ലിനായിട്ട് നമ്മൾ കാണുന്നത്. അല്ലാതെ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെ സ്വാഭാവികമായിട്ടുള്ള രീതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് ഓരോ ഘട്ടത്തിലും മനുഷ്യൻ്റെ വളർച്ചയിൽ ലൈംഗിക ആകർഷണവും അട്രാക്ഷനും പ്രണയവും ഒക്കെ തോന്നും. അതിനെ നമ്മൾ ആരോഗ്യകരമായിട്ട് എങ്ങനെ
കൊണ്ടുപോകണം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ ഇവർ തമ്മിൽ കാണാതിരിക്കലോ മിണ്ടാതിരിക്കലോ അല്ല അതിനുള്ള പരിഹാരങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജനതയാണെന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നുന്നു.